ഹിന്ദുവിനോടുള്ള അവഹേളനത്തിന്റെ മറ്റൊരു സാക്ഷ്യം കൂടെ മലപ്പുറത്തു നിന്ന് പുറത്തു വരികയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം അവിടെ ജീർണാവസ്ഥയിലായിരുന്നു. ഇത്തരത്തിൽ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തെ അവഗണിച്ച് ഒന്നും ചെയ്യാതെ ആ ക്ഷേത്രത്തിന്റെ ദുരവസ്ഥയിൽ തുടരാൻ വിടുകയും ക്ഷേത്രത്തിനെ ഒന്ന് പുനരുദ്ധരിപ്പിക്കാനോ മറ്റു പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താതെ അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് പരിഗണിച്ചിരുന്നത്. ആ അവസ്ഥയിലായിരുന്ന ക്ഷേത്രം സാധാരണക്കാരായ ആ നാട്ടിലെ ഭക്തജനങ്ങൾ ക്ഷേത്രം അവരുടെ സ്വന്തം നിലയിൽ പുനരുദ്ധരിക്കുകയും മനോഹരമാക്കുകയും ഇപ്പോൾ അവിടെ നിത്യേന പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടന്നു വന്നപ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഫണ്ട് എല്ലാം തന്നെ അടിച്ചു മാറ്റാൻ മറ്റുള്ള ഒരു കുതന്ത്രവുമായി മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോൾ കച്ചുകെട്ടി രംഗത്ത് വരികയാണ്. മലപ്പുറം ജില്ലയിലെ ശ്രീ വാളാകുളം മഹാശിവ ക്ഷേത്രത്തിലേക്കാണ് ദേവസ്വം ബോർഡിന്റെ കഴുകൻ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നത്. നിത്യപൂജ മുടങ്ങിയ കാലത്ത് ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു. ഔദ്യോഗികമായ ഒരു അറിയിപ്പും നൽകാതെയായിരുന്നു പരിശോധനയ്ക്ക് എത്തിയതെന്നും ഭാരവാഹികൾ പറയുന്നു. തകർന്നു കിടന്ന ക്ഷേത്രം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഭക്തരുടെ കഠിനാധ്വാനം മൂലമാണ്. വിശ്വാസികളുടെ വർഷങ്ങളായുള്ള സമര നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ ഒരു ക്ഷേത്രം അവിടെ ഉയർന്നു വന്നതും അവിടുന്നാണ് ക്ഷേത്രം വിശ്വാസികൾ വിട്ടുകിട്ടിയതും. പിന്നാലെ പ്രദേശവാസികൾ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുകയായിരുന്നു ഉണ്ടായതും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വാളകുളം മഹാശിവ ക്ഷേത്രം. ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിൽ ഭക്തർ കടുത്ത അമർഷത്തിലാണ്. നടപടിയിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്മാറിയെങ്കിൽ പോലും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് അധികൃതർ പ്രവർത്തിക്കുന്നതെന്നും അത് പറയാതെ വയ്യ. ഓരോ ഭക്തന്റെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും ഉയർന്നു വരുന്നത്. എന്നാൽ ക്ഷേത്ര വരുമാനമൊക്കെ കൂടുമ്പോൾ തന്നെ ആ വരുമാനത്തെ കണ്ണും വെച്ചാണ് അതിൽ പ്രവർത്തിക്കുന്നവർ എത്തുന്നതും. പല ചെപ്പിടി വിദ്യയും പയറ്റിക്കൊണ്ടാണ് അവർ ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളായി നുഴഞ്ഞു കയറി ലക്ഷങ്ങളാണ് അവരുടെ കീശയിലേക്ക് വഹിക്കുന്നതും. ഇതിലൂടെ തന്നെ ഇത്തരക്കാരുടെ പള്ള നിറയ്ക്കുകയല്ലാതെ മറ്റു കാര്യമായ പുരോഗതി ഒന്നും തന്നെ ആ ക്ഷേത്രത്തിന് ലഭിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഇങ്ങനെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ 535 കിലോഗ്രാം സ്വർണം മാർച്ച് 10 നിക്ഷേപ പദ്ധതിയിൽ ബാങ്കിന് കൈമാറും. നഷ്ടത്തെ തുടർന്ന് സ്വർണ്ണ കടപ്പത്ര പദ്ധതി നിർത്തലാക്കിയതായി കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ SBIയുമായി നേരത്തെ തന്നെ ധാരണയായതിനാൽ തന്നെ പദ്ധതിയിൽ സ്വർണം നിക്ഷേപിക്കാൻ തടസ്സമുണ്ടാകില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ക്ഷേത്രങ്ങളിൽ നിത്യ പൂജകളോ മറ്റു ചടങ്ങുകളോ ഉപയോഗിക്കാത്ത C കാറ്റഗറിയിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സ്വർണം ആ ഉരുപ്പടികളാണ് SBI നിക്ഷേപിക്കുന്നതും. ഇതിലൂടെ വർഷം 10 കോടി രൂപ പലിശയിൽ കിട്ടുമെന്നാണ് ബോർഡ് കണക്കാക്കുന്നതും. ശബരിമലയിലെ സ്വർണം മാത്രമാണ് ഇപ്പോൾ പരിശോധനയ്ക്കായി തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളതും. ഇത് കൂടാതെ എത്തിയാൽ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ഗ്രൂപ്പിലെ വിശാലമായ സ്ട്രോങ് റൂമിൽ എത്തിച്ചുകൊണ്ട് അന്തിമ പരിശോധന നടത്തും, അതിന് കൈമാറുമെന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.